Hey all, അപ്പോൾ DME നഴ്സിംഗ് സ്റ്റാഫ്സിൻ്റെ വരാൻ പോവുകയാണ്. ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ട. സോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് പഠിത്തം അല്ലേ. സോ അപ്പോൾ ഓൾറെഡി നമ്മൾ ടാർഗറ്റ് ഗവൺമെൻറ് നഴ്സിംഗ് ജോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കുറേയധികം പേര് അതിൻ്റെ പാർട്ടായിട്ട് നല്ല രീതിക്ക് പഠിച്ചു പോകുന്നുണ്ട്. സോ അപ്പോൾ DME എക്സാമിനേഷൻസ് വരികയാണ്. സോ അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി പഠിത്തം ഉഷാറാക്കണം അല്ലേ. സോ അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റിൻ്റെ PSC കേരള PSC ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വേറൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയി അത് കണ്ടിട്ട് വരിക കേട്ടോ. സോ അപ്പോൾ അതുപോലെ തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് ടൈം എന്താ പറയുക, ഇനിയുണ്ട്, ആവശ്യത്തിന് സമയമുണ്ട്. സോ അപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല, ലേറ്റായി പോയി, എല്ലാം മറന്നുപോയി, ഒന്നും ഓർമ്മയില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ആരും എന്ത് ചെയ്യണ്ട, പഠിത്തം മാറ്റി വെക്കണ്ട. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ്. സോ അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല, നമ്മൾ ഇന്നാണെങ്കിൽ ഇന്ന് തുടങ്ങുക, നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന പരിപാടി ഇപ്പോൾ തന്നെ അത് മാറ്റി വെച്ചേക്കാം. ഓക്കെ. സോ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ്, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, അതിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, in which condition the phototherapy is used for the treatment? അപ്പോൾ ഏത് കണ്ടീഷൻ, താഴെ പറഞ്ഞിട്ടുള്ള ഏത് കണ്ടീഷനിലാണ് ഫോട്ടോതെറാപ്പി എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റിന് എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസിൽ സൈനോസിസ് ഉണ്ട്, എക്സിമ, ഡയോറിയ, ജോണ്ടിസ്. സോ അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ ഏതിനാണ് നമ്മൾ ഫോട്ടോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാറ് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം സൈനോസിസ് എന്താണെന്നറിയാം, എക്സിമ എന്താണെന്നറിയാം, ഡയോറിയ എന്താണെന്നറിയാം, ജോണ്ടിസ് എന്താണ്. ഈസി ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. ജോണ്ടിസ് ആണ് നമുക്ക് എന്ത് പറയുക, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതായത് ബിലിറുബിൻ ലെവൽ, ബ്ലഡിലെ ബിലിറുബിൻ ലെവല് ഇൻക്രീസ് ആവുന്ന ആ ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് കോൾഡ് ജോണ്ടിസ്. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് മഞ്ഞയുണ്ട്, അതുകൊണ്ട് വെയിലത്ത് കാണിക്കണം എന്നൊക്കെ പണ്ട് അമ്മമാർ പറഞ്ഞതാണ്. അതിൻ്റെ കുറച്ചും കൂടി ഒരു മോഡേണൈസ്ഡ് ടേം അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് നമ്മൾ എന്ത് പറയുക, ഫോട്ടോതെറാപ്പി എന്ന് പറയുക. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ച പാടെ അവർക്ക് ബിലിറുബിൻ ലെവൽ എക്സസ് ആണ് അവരുടെ ബോഡിയിൽ എന്നുണ്ടെങ്കിൽ, മഞ്ഞയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം ഫോട്ടോതെറാപ്പി ലൈറ്റിൽ വെക്കാണ് എന്നൊക്കെ നമ്മൾ കോമൺ ലേമൻ ലാംഗ്വേജിൽ പറയും. സോ അപ്പോൾ നമ്മൾ മെഡിക്കലി അതിനെ വിളിക്കുന്ന പേരാണ് ദിസ് ഫോട്ടോതെറാപ്പി. വി നോ ദാറ്റ് അല്ലേ. സോ അപ്പോൾ ജോണ്ടിസ് കേസസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോട്ടോതെറാപ്പി എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ജോണ്ടിസ്? അതിന് നമ്മൾ ലൈറ്റ് തെറാപ്പി എന്ന് വിളിക്കാറുണ്ട്, അതുപോലെ ഹീലിയോ തെറാപ്പി എന്ന് വിളിക്കാറുണ്ട്. സോ അപ്പോൾ ഇൻ കേസ് ആ ഒരു ഫോട്ടോതെറാപ്പിക്ക് പകരം അവിടെ ലൈറ്റ് തെറാപ്പി ആണെങ്കിലും ഹീലിയോ തെറാപ്പി എന്നാണെങ്കിലും are on the same എന്നുള്ളത് ഓർക്കുക. ഓക്കെ. സോ അപ്പോൾ ഫോട്ടോതെറാപ്പി ആണ് ലൈറ്റ് തെറാപ്പിയും ഹീലിയോ തെറാപ്പിയും. ഓക്കെ. സോ അപ്പോൾ ദ ഫോട്ടോതെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് എ നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ഓക്കെ. നാച്ചുറൽ ലൈറ്റ് ആവാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആവാം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ നാച്ചുറൽ ലൈറ്റ് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു, ഈ ഒരു സൺറൈസിൻ്റെയും സൺസെറ്റിൻ്റെയും സമയത്ത് ആ ഒരു വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ജോണ്ടിസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു പണ്ട് കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി കുറച്ചും കൂടി ഒരു വിറ്റമിൻ D സിന്തസിസ് ഒക്കെ വരണമെങ്കിൽ എന്ത് വേണം, ഒരു ഡേ ടൈമിലെ വെയിൽ, അതായത് ഒരു 10 മണിക്കും 3 മണിക്കും ഇടയിലുള്ള വെയിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ അഡൽട്സ് കൊള്ളണം എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ പോലെ ആരും വെയിലത്തൊന്നും കുട്ടികളെ കാണിക്കാറില്ല. അത് മഞ്ഞുണ്ടെങ്കിൽ വിൽ ബി going to phototherapy. സോ അപ്പോൾ അത് നമുക്ക് we know. സോ അപ്പോൾ ഇറ്റ് വിൽ ബി ഏതർ നാച്ചുറൽ ലൈറ്റ് ഓർ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഫോർ ട്രീറ്റ്മെൻറ്റ്. അതായത് ആ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ഫോട്ടോതെറാപ്പി എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വിൽ ബി ഹാവിങ് ഹൈപ്പർ ബിലിറുബിനീമിയ. സോ ഹൈപ്പർ ബിലിറുബിനീമിയ ആണ്, അതായത് നമ്മൾ പറഞ്ഞു ഇൻക്രീസ്ഡ് ബിലിറുബിൻ ലെവൽ ഇൻ ദി ബ്ലഡ്, അതിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ബിലിറുബിനീമിയ അല്ലെങ്കിൽ ജോണ്ടിസ്. സോ ബോത്ത് ആർ എന്താണ് ഇന്റർചേഞ്ചബിളി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. സോ ഹൈപ്പർ ബിലിറുബിനീമിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് റെഫേഴ്സ് ടു ദ യെല്ലോ അപ്പിയറൻസ് ഓഫ് ദി സ്കിൻ. അപ്പോൾ അവിടെ എന്തുണ്ടാവും, അപ്പിയറൻസ് ഓഫ് സ്കിൻ എന്ന് പറയുന്നത് യെല്ലോ ആയിരിക്കും ഡ്യൂ ടു ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഓഫ് ബിലിറുബിൻ ഇൻ ദി ഡെർമൽ ടിഷ്യൂസിൽ അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിൽ എന്തിൻ്റെ ബിലിറുബിൻ്റെ ഡെപ്പോസിഷൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പർ ബിലിറുബിനീമിയ എന്ന് പറയുന്നത്. നിയോനേറ്റൽ ജോണ്ടിസ് ഈസ് ഓൾസോ നോൺ ആസ് ഇക്ടറസ് നിയോനേറ്ററം. സോ അപ്പോൾ ജോണ്ടിസിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഇക്ടറസ്. സോ ഇക്ടറസ് എന്ന് പറഞ്ഞാലും ജോണ്ടിസ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ജോണ്ടിസിന് പകരം ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇക്ടറസ് ആണെങ്കിലും ദ ആൻസർ വിൽ ബി ദ സെയിം. ഓക്കെ. സോ അപ്പോൾ അത് മനസ്സിലാക്കുക. ആൻഡ് ക്ലിനിക്കൽ ഫൈൻഡിങ് ഇൻഡിക്കേറ്റ്സ് എന്താണ്, ടോട്ടൽ ബിലിറുബിൻ ലെവൽ, സിറം ബിലിറുബിൻ ലെവൽ എത്രയായിരിക്കും, മോർ ദാൻ 5 mg/dL. ഓക്കെ. ഫോർ നോർമലി ഒരു അഡൽട്ട് ഹ്യൂമൻ ആണെങ്കിൽ നമുക്ക് ബിലിറുബിൻ ലെവൽ എന്ന് പറയുന്നത് 0.6 to 1.2
milligram per deciliter ആണ് നോർമൽ ബിലിരുബിൻ ലെവൽ. സോ അപ്പോൾ ഒരു ചിൽഡ്രനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 5 milligram per deciliter ആയിരിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോതെറാപ്പി അഡ്വൈസ് ചെയ്യാം. സോ ദെൻ നെക്സ്റ്റ് ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്സ് ഓഫ് ഹൈപ്പർ ബിലിരുബിനിയ എന്ന് പറയുമ്പോൾ ഫിസിയോളജിക്കൽ വരാം അല്ലെങ്കിൽ പെത്തോളജിക്കൽ വരാം. ഡിസീസ് കണ്ടീഷൻ ഇല്ലാതെ വരുന്നതാണ് ഫിസിയോളജിക്കൽ കണ്ടീഷൻ. പെത്തോളജിക്കൽ എന്ന് പറയുമ്പോൾ ഒരു അണ്ടർലൈൻ ഡിസീസ് ഈസ് ദെയർ എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഇത് പെത്തോളജിക്കൽ ആയി പോയത്. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫോട്ടോതെറാപ്പി ആൻഡ് എക്സ്ചേഞ്ച് blood transfusion. So these are the indications of അല്ലെങ്കിൽ about the phototherapy. ആൻഡ് ബാക്കി അത് ഓപ്ഷൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സയനോസിസ് ഉണ്ട്, എക്സിമ ഉണ്ട്, ഡയറിയ ഉണ്ട്. സോ സയനോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലഡിലെ ഓക്സിജൻ ലെവൽ കുറയുന്നത്, ഹൈപ്പോക്സിയ. സോ ഡ്യൂ ടു ഹൈപ്പോക്സിയ നമ്മുടെ സ്കിന്നും അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പറൈനും ഒക്കെ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ടേണിംഗ് ടു ബ്ലൂ കളർ. സോ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. അതിനെയാണ് നമ്മൾ സയനോസിസ് എന്ന് പറയുക. ആൻഡ് എക്സിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്കിൻ ആണ്, ഒരു അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് എക്സിമ എന്ന് പറയുന്നത്. ഡയറിയ ദാറ്റ് ഹാസ് ഹാവിങ് നത്തിങ് ടു ഡു വിത്ത് ഫോട്ടോതെറാപ്പി. ക്ലിയർ? സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് നിയർ സൈറ്റഡ്നെസ് ഈസ് ഓൾസോ നോൺ ആസ്. നിയർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ അതിനെ വേറെ എന്താണ് വിളിക്കുക? മയോപ്പിയ എന്നാണോ, പ്രെസ്ബയോപ്പിയ എന്നാണോ, ഹൈപ്പർമെട്രോപ്പിയ എന്നാണോ, കാറ്ററാക്ട് എന്നാണോ? സോ ഇപ്പോൾ ഇതിൽ ഏതിനെയാണ് നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് വിളിക്കുന്നത്? സോ ഇതെല്ലാം എന്താണ്, റിഫ്രാക്റ്റീവ് എറേഴ്സ് അല്ലെങ്കിൽ അത് കാരണം വരുന്ന കണ്ടീഷൻസ് ആണ്. സോ അപ്പോൾ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നിയർ സൈറ്റഡ്നെസ്സും ഉണ്ട്, എന്താ ഫാർ സൈറ്റഡ്നെസ്സും ഉണ്ട്. സോ വി നോ ദോ അല്ലേ? സോ അപ്പോൾ ഇതിൽ നിയർ സൈറ്റഡ്നെസ് ഏതാണ്? മയോപ്പിയ ആണ്. ഓക്കെ, നിയർ സൈറ്റഡ്നെസ് ആണ് മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ ആണ് ഫാർ സൈറ്റഡ്നെസ്. ഓക്കെ, സോ അപ്പോൾ നിയർ സൈറ്റഡ്നെസ്സും ഫാർ സൈറ്റഡ്നെസ്സും. സോ അപ്പോൾ ഇതിൽ മയോപ്പിയ ആണ് നിയർ സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നിയർ സൈറ്റഡ്നെസ് അതായത് അടുത്തുള്ള വസ്തുക്കൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി കാണാനായിട്ട് പറ്റും. അതേസമയത്ത് ഫാറിലുള്ള ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഫാർ സൈറ്റഡ്നെസ് ആണെങ്കിൽ നേരെ തിരിച്ച് ദൂരെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സോ അപ്പോൾ അതാണ് മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിൽ മയോപ്പിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ബിക്കോസ് ഡ്യൂ ടു എക്സസീവ് കർവേച്ചർ ഓഫ് ദി ഐ ലെൻസ്. ഓക്കെ, ആ ഐ ലെൻസിൻ്റെ നമുക്കറിയാം ഐ ലെൻസ് ഉണ്ട് അല്ലേ? സോ അപ്പോൾ അതിൻ്റെ എക്സസീവ് കർവേച്ചർ കാരണം വരുന്ന ആ ഒരു ഡിസീസ് കണ്ടീഷനാണ് അല്ലെങ്കിൽ കണ്ടീഷനെയാണ് നമ്മൾ നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വേറൊരു കാര്യം, അത് കറക്റ്റഡ് ബൈ ദ യൂസ് ഓഫ് കോൺകേവ് ലെൻസ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സോ ദാറ്റ് ദിസ് തിങ്. സോ അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോൺകേവ് ലെൻസ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. മയോപ്പിയ ക്യാൻ ബി കറക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോൺകേവ് ലെൻസ്. അപ്പോൾ മയോപ്പിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കറക്റ്റഡ് ബൈ കോൺകേവ് ലെൻസ്. ഓക്കെ, കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ ഹൈപ്പർമെട്രോപ്പിയ ഏത് ലെൻസ് ആയിരിക്കും? ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുമ്പോൾ കോൺവെക്സ് ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ് കേട്ടോ. സോ അപ്പോൾ അത് മാറിപ്പോകരുത്. അവിടെ ഒരു യൂഷ്വലി എല്ലാ എക്സാംസിനും ചോദിച്ച് കാണാറുണ്ട്. സോ വിച്ച് ലെൻസ് ക്യാൻ ബി യൂസ് ടു കറക്റ്റ് മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ? സോ അപ്പോൾ മയോപ്പിയ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്, കോൺവെക്സ് ലെൻസ് ആണ്. സോ ഹിയർ യു ക്യാൻ സി കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈപ്പർമെട്രോപ്പിയയ്ക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. So this is the thing. And presbyopia എന്ന് പറയുമ്പോഴത്തേക്കും ഡിക്രീസ് ഇൻ ദി പവർ ഓഫ് അക്കമഡേഷൻ, ആ ഒരു ഐ അക്കമഡേഷനിൽ വരുന്ന ഡിഫക്റ്റ് കാരണമാണ് വരുന്നത്. സോ presbyopia നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈഫോക്കൽ ലെൻസ് ആണ്, ബൈഫോക്കൽ ലെൻസ് ആണ് presbyopia നമ്മൾ യൂസ് ചെയ്യുക. ക്ലിയർ? സോ അപ്പോൾ മയോപ്പിയയ്ക്ക് കോൺകേവ് ലെൻസ്, ഹൈപ്പർമെട്രോപ്പിയയ്ക്ക് കോൺവെക്സ് ലെൻസ് ആൻഡ് presbyopia ബൈഫോക്കൽ ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. presbyopia ബൈഫോക്കൽ ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇനി ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, സിലിണ്ട്രിക്കൽ ലെൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ സിലിണ്ട്രിക്കൽ ലെൻസ് വി യൂസ്, അത് ഏത് കണ്ടീഷനാണ് എന്ന് നോക്കുകയാണെങ്കിൽ ആസ്റ്റിഗ്മാറ്റിസം ആണ് കേട്ടോ, ആസ്റ്റിഗ്മാറ്റിസം. സോ ആസ്റ്റിഗ്മാറ്റിസം ആണ് നമ്മൾ സിലിണ്ട്രിക്കൽ ലെൻസിൻ്റെ കറക്ഷന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോറി, സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് നമ്മൾ ആസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ കറക്ഷന് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഓക്സിഡേഷൻ ഇൻ കെമിക്കൽ റിയാക്ഷൻ ഈസ്, ഓക്സിഡേഷൻ ഇൻ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി കോൾഡ് ആസ് ഓക്സിഡേഷൻ
എന്നാണ് സിംപ്ലി ഒരു ചോദ്യമാണ്. ബേസിക് ആ ഒരു സയൻസ് കൺസെപ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓപ്ഷൻസിൽ the loss of nitrogen, loss of oxygen, gain of hydrogen, gain of oxygen. So അതിൽ ഏതിനെയാണ് നമുക്ക് ഓക്സിഡേഷൻ ആണ്. സോ അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്. സോ അഡീഷൻ ഓഫ് ഓക്സിജനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ അഡീഷൻ ഓഫ് ഓക്സിജനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇൻ അനദർ ടേംസ് നമുക്ക് വേണമെങ്കിൽ ലോസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ പക്ഷേ നമുക്ക് തന്നിട്ടുള്ളത് ലോസ് ഓഫ് നൈട്രജൻ എന്നാണ്. സോ അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോയത്. സോ അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, സോ അപ്പോൾ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജനെ നമുക്ക് എന്ത് വിളിക്കാം, ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ ലോസ് ഓഫ് നൈട്രജൻ ആണ്. അവിടെ ഇൻ കേസ് അവിടെ നമുക്ക് വന്നിട്ടുള്ള ഓപ്ഷനിൽ ലോസ് ഓഫ് ഹൈഡ്രജൻ എന്നാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ക്യാൻ ബി റൈറ്റ്. ഓക്കെ, സോ അപ്പോൾ അഡീഷൻ ഓഫ് ഓക്സിജനും റൈറ്റ് ആവാം, ലോസ് ഓഫ് ഹൈഡ്രജനും ഓക്സിഡേഷൻ തന്നെയാണ് നമ്മൾ വിളിക്കാം. നേരെ തിരിച്ച് ലോസ് ഓഫ് ഓക്സിജൻ ആൻഡ് ഗെയിൻ ഓഫ് ഹൈഡ്രജൻ, അതിനെ നമ്മൾ എന്ത് വിളിക്കും, റിഡക്ഷൻ എന്നാണ് വിളിക്കുക. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ക്ലിയർ? സോ അപ്പോൾ റിഡക്ഷൻ എന്ന് വിളിക്കും. സോ അപ്പോൾ ഹൈഡ്രജന്റെ അഡിഷൻ അല്ലെങ്കിൽ ഓക്സിജന്റെ റിമൂവൽ അത് നടക്കുകയാണെങ്കിൽ ദാറ്റ് കെമിക്കൽ റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് റിഡക്ഷൻ. ആൻഡ് അഡിഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ നടക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഓക്സിഡേഷൻ. ക്ലിയർ? സോ അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. സോ ദാറ്റ് ഇസ് ദി ആൻസർ. സോ അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ദി ഗെയിൻ ഓഫ് ഓക്സിജൻ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സോ അപ്പോൾ നമുക്ക് the process in which one or more compounds are formed as a products completely different from the reacting substance is known as chemical reaction. അപ്പോൾ അതാണ് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ എന്തെന്ന് പറയുക ഡെഫിനേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൽ ഓക്സിജൻ ആഡ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ റിമൂവ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് as oxidation. And if the removal of oxygen or addition of hydrogen takes place, so that is called a reduction. Clear? Okay, then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഫാമിലി വേർ ദ മെയിൽ ഈസ് ദി ഹെഡ് ഓഫ് ദി ഫാമിലി ആൻഡ് പൊസസ് ഓൾ ദി പവേഴ്സ് ഈസ് കോൾഡ്. സോ അപ്പോൾ ഒരു ഫാമിലിയുടെ ഹെഡ് പൊസിഷനിൽ ആരാണ്, ഒരു മെയിൽ ഉണ്ട് ആൻഡ് ഓൾ ദി പവേഴ്സ് ഓഫ് അബൌട്ട് അല്ലെങ്കിൽ ആ ഒരു കൺസേൺ വിത്ത് ദാറ്റ് ഫാമിലി ഈസ് ടു ദാറ്റ് മെയിൽ എന്നുള്ള ആ ഒരു ഫാമിലിയെ നമ്മൾ എന്താണ് വിളിക്കുക, സോഷ്യോളജിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അപ്പോൾ സോഷ്യോളജി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻസ് ചോദിക്കും, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. സോ അപ്പോൾ ഒരു ഫാമിലിയിൽ ദ മെയിൽ ഈസ് ദി ഹെഡ് ഓഫ് ദി ഫാമിലി. ഓക്കെ, മെയിൽ ഈസ് ദി ഹെഡ് ഓഫ് ദി ഫാമിലി ആൻഡ് ഹി പൊസസ് ഓൾ ദി പവേഴ്സ്. അതിന് നമ്മൾ എന്താ വിളിക്കുക? ഓപ്ഷൻസിൽ ന്യൂക്ലിയർ ഫാമിലി, മാട്രിയാർക്കൽ ഫാമിലി, ജോയിന്റ് ഫാമിലി, പാട്രിയാർക്കൽ ഫാമിലി. സോ അപ്പോൾ അതിൽ നമുക്കറിയാം പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ്. സോ ആ ഒരു ഒറ്റ പേഴ്സൺ ആയിരിക്കും ദറ്റ് ഹോൾ പവർ വിൽ ബി ഗോയിങ്. സോ അപ്പോൾ ആ ഒരു മെയിലാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് പാട്രിയാർക്കൽ ഫാമിലി. സോ അപ്പോൾ പാട്രിയാർക്കൽ ഫാമിലി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ന്യൂക്ലിയർ ഫാമിലി അല്ല, മാട്രിയാർക്കൽ ഫാമിലി അല്ല, ജോയിന്റ് ഫാമിലി അല്ല. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ന്യൂക്ലിയർ ഫാമിലിയും ജോയിന്റ് ഫാമിലിയും. ദാറ്റ് വി നോ അല്ലേ എന്താന്നുള്ളത്. സോ അതേപോലെ നമുക്ക് മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയല്ല, മീൻസ് എല്ലാവരും കൂടിയിട്ടൊരു എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന അല്ലെങ്കിൽ ഈക്വലി ഡിസ്കസ് ചെയ്ത് ഡിസിഷൻ എടുക്കുന്ന ആ ഒരു ഇതിനാണ് മാട്രിയാർക്കൽ ഫാമിലി. സോ അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ റോങ്. ഒറ്റ ആൾ മാത്രം ആ ഒരു പവർ പ്രോസസ് ചെയ്തിട്ട് എല്ലാ ഡിസിഷൻസും ഹീൽ ബി ഞാൻ പറയും നിങ്ങൾ അനുസരിക്കും എന്നുള്ള രീതിക്ക് പോകുന്ന ദാറ്റ് കൈൻഡ് ഓഫ് തിങ്, അതിനെയാണ് നമ്മൾ പാട്രിയാർക്കിസം എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കപ്പിൾ ഹു ആർ മാരീഡ് ഇൻ ദി റീപ്രൊഡക്റ്റീവ് ഏജ്. സോ അപ്പോൾ റിപ്രൊഡക്റ്റീവ് ഏജിൽ മാരി ചെയ്തിട്ടുള്ള കപ്പിളിനെ നമ്മൾ എന്താണ് വിളിക്കുക? സോ ദ കപ്പിൾ ഹു ആർ മാരീഡ് അറ്റ് ദി റീപ്രൊഡക്റ്റീവ് ഏജ്. ഓക്കെ, സോ അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോക്കസ്ഡ് കപ്പിൾ എന്നാണോ, അൺഫോക്കസ്ഡ് കപ്പിൾ എന്നാണോ, നോൺ എലിജിബിൾ കപ്പിൾ എന്നാണോ, അതോ എലിജിബിൾ കപ്പിൾ എന്നാണോ? സോ അവരെന്താണ് റിപ്രൊഡക്റ്റീവ് ഏജിൽ അവർ മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ ദാറ്റ് വി ക്യാൻ കോൾ ദം ആസ് എന്താണ് എലിജിബിൾ കപ്പിൾസ്. അപ്പോൾ എലിജിബിൾ കപ്പിൾ എന്നായിരിക്കും നമുക്ക് അവരെ വിളിക്കാൻ പറ്റുക. സോ അപ്പോൾ എലിജിബിൾ കപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ആർ ദേ കറന്റ്ലി മാരീഡ് കപ്പിൾ ഇൻ ദിയർ റീപ്രൊഡക്റ്റീവ് ഏജ് ഓർ ചൈൽഡ് ബിയറിംഗ് ഏജ്. അപ്പോൾ അവർക്ക് ആ ഒരു റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്യാപ്പിലാണ് അവർ മാരി ചെയ്തിട്ടുള്ളത് എങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കാം? എലിജിബിൾ കപ്പിൾ എന്ന് വിളിക്കാം. സോ
കീ പോയിന്റ്സ് ദ യൂണിയൻ ക്യാബിനറ്റ് നമുക്ക് 2021 വന്ന യൂണിയൻ ക്യാബിനറ്റിൻ്റെ തീരുമാനം വെച്ചിട്ട് ഫീമെയിൽസിൻ്റെ ലീഗൽ ഏജ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് 18 to 21 ഇയേഴ്സും മെയിൽസിൽ ഇറ്റ് ഈസ് 21 ഇയേഴ്സ് എന്നാണ്. 21 ഇയേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റിക്വസ്റ്റ് ഒക്കെ മീൻസ് ഫീമെയിൽസിൻ്റെ 21 ഇയേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എന്താണ് ഇതുവരെ ആക്ഷനിൽ വന്നിട്ടില്ല. സോ അപ്പോൾ 18 ഇയേഴ്സ് ആണ് ഫീമെയിൽസിൻ്റെ ദ അറ്റ്ലീസ്റ്റ് ഇയർ ഓഫ് ഗെറ്റിംഗ് മാരേജ്. ഓക്കെ, ആൻഡ് 21 ഫോർ മെയിൽസ് ആണ് വരുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതിനെയാണ് നമ്മൾ ചൈൽഡ് മാരേജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഒരു ഫീമെയിൽ 18 ഇയേഴ്സിൽ താഴെ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ 21 ഇയേഴ്സിൽ താഴെ ഒരു മെയിൽ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ചൈൽഡ് മാരേജ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കല്യാണം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? എലിജിബിൾ കപ്പിൾ എന്നാണ് വിളിക്കുക. ക്ലിയർ? സോ അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ഇൻഫർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് മറക്കാതിരിക്കാനും കുറച്ചും കൂടി ആ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റഡീസ് നല്ല രീതിക്ക് കൊണ്ടുപോകുക. ഓക്കെ, ബൈ.